ഗോമെഡോസിലാണ് എൻട്രി ഫീ വരുന്നത് 400 രൂപയാണ് ഒരു അഡൽറ്റിന്. നമുക്ക് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് പോലെയാണ് ഉള്ളത്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും കിട്ടുന്ന ഒരു സ്റ്റാൾ ഉണ്ട്. കയറ് തിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അതൊരു 6 നില പൊക്കത്തിലാണ് മാംഗോമെഡോസിന് മൊത്തം കവർ ചെയ്യാൻ പറ്റുന്ന രീതി. ഇത് നമുക്ക് മാംഗോ വിലാസം ടീ ഷോപ്പ് എന്ന് പറഞ്ഞത് പണ്ടത്തെ രീതിയിലുള്ളൊരു ചായക്കടയാണ്. അപ്പൊ ഇതൊരു ഏർമാടത്തിന്റെ മുകളിൽ കയറി നിൽക്കണ ഫീലാണ്. ഗോമെഡോസിലാണ്. അപ്പൊ നമ്മൾ മല്ലരിക്കൽ പോയി, പിന്നെ നമ്മൾ ഉമ്മൻചാണ്ടി സാറിന്റെ ടോമ്പിന്റെ അവിടേക്ക് പോയി പുതുപ്പള്ളി. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെയും അത്യാവശ്യം ഫുള്ളാണ്. 5 മണിക്ക് ഇത് അടയ്ക്കും. അപ്പം അതിന് മുമ്പ് നമുക്ക് പരമാവധി കവർ ചെയ്യണം. 400 രൂപ എന്താണ് 3 വയസ്സിന് മുകളിലുള്ളവർക്കെന്നാണ് അറിഞ്ഞത്. ഇനി ചെന്ന് നമുക്ക് നോക്കാം. വരുന്നത് 400 രൂപയാണ് ഒരു അഡൽറ്റിന് വരുന്നത്. 3 വയസ്സ് മുതലുള്ളവർക്ക് നമുക്ക് 400 രൂപയാണ് വരുന്നത്. ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും കിട്ടുന്ന ഒരു സ്റ്റാൾ ഉണ്ട്. ഒരു കിറ്റിന് 100 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ള ഇതായിരിക്കും. നമുക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഈ ഗൈഡിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ ഇതുപോലെ റിക്ഷ, ഓട്ടോ അല്ലെങ്കിൽ ട്രെയിൻ പോലത്തെ സാധനത്തിനകത്ത് നമുക്കിത് മൊത്തം ചുറ്റി കാണിച്ചു തരും ഗൈഡ്. ഏകദേശം 250 ആണ് ഈ ഗൈഡിങ്ങിന് വേണ്ടത്. അപ്പോൾ അത് എക്സ്ട്രാ ഒരു പേയ്മെൻ്റ് ആണ്. ഇത് നമുക്ക് സ്വന്തമായിട്ട് നടന്ന് കാണണമെങ്കിൽ കുറവുണ്ട്. റിക്ഷകളുണ്ട് കേട്ടോ. മൊത്തം ചുറ്റി നമ്മളൊക്കെ കാണിക്കും. അപ്പോൾ അതിൽ UK സ്റ്റൈലുള്ള വണ്ടികളും ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. വെഹിക്കിളിൽ കയറി ഓക്കെ ഗ്രേസിന് കളിക്കാനുള്ള സ്ഥലം കേട്ടാ. കണ്ടാ നമുക്ക് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് പോലെയാണ് ഉള്ളത്. അതുപോലെ ഓരോ സ്റ്റേറ്റിന്റെ ചെടികൾ ആണ് അതിനകത്ത് ഓരോ സ്റ്റേറ്റിന്റെ സ്ഥലത്ത് കാണിച്ചേക്കണം. ചവിട്ടാൻ പറ്റും. വെള്ളം നമ്മൾ തേവില്ലേ. അപ്പൊ നമ്മളെ ഇറങ്ങി ഇവിടെ ഫിഷ് ഫീഡിങ്ങിന്റെ സ്ഥലത്തേക്കാണ് പോകുന്നത്. മീനോട്ട് വരും. ഇവിടെ നമ്മൾ മീനോട്ട് ചെയ്തത് കേട്ടോ. നമുക്ക് നമ്മൾ ചെയ്ത പാപങ്ങളുടെ കാടിനൊക്കെ കുറഞ്ഞ് പുണ്യം ലഭിക്കുന്നതാണ് വിശ്വാസം. ചില പല ക്ഷേത്രങ്ങളും പള്ളിയൊക്കെ ആചാരമായിട്ട് വഴിപാടായിട്ടൊക്കെ നടന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നടന്ന ഫ്ലോർ എന്ന് പറയുന്നത് 1 രൂപ കോയിൻ പഞ്ച് ചെയ്തിട്ട് പാലം നോക്കിയാ 1 രൂപ കോയിൻ പഞ്ച് ചെയ്തല്ലേ ബാലൻസ് കോയിൻ. ചാടി വന്നേ. ഇത് നമ്മള് അതിന്റെ മീനിന്റെ തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഒരു കറുത്ത അവരുടെ ഒരു കൂട്ടം തന്നെ വന്നിട്ടുണ്ട്. ഉണ്ട് 6 നിലയാണ്. ഇതിന് മേളിൽ വരുന്നത് സൺബാത്ത് ഏരിയ ആണ്. വിദേശത്ത് വെയിൽ കായാൻ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പ്രീമിയം ആൾക്കാർക്ക് വന്ന് താമസിക്കണ കോട്ടേജ് ആണ്. ഓരോന്നിനും ഓരോ ഫ്രൂട്ടിന്റെ പേര് ഇട്ടേക്കുന്നത്. നട്ട്മെഗ്, മൽബറി അങ്ങനെ. അപ്പൊ ഈ ഒരു വാട്ടർ വ്യൂ ഉള്ള നല്ലൊരു സ്ഥലമാണ് ഇത്. അതുപോലെ ഇതിന്റെ മുകളിൽ സൺബാത്തിനൊക്കെ ടൂറിസ്റ്റുകൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അതൊരു 6 നില പൊക്കത്തിലാണ് മാംഗോമെഡോസിന് മൊത്തം കവർ ചെയ്യാൻ പറ്റുന്ന രീതി. സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്ന വിശ്വാസം. ഇനി അരിപ്പെട്ടിലോ പണപ്പെട്ടിലോ വെച്ചാൽ പോലീസ് ജീവരക്ഷാത്തിൽ പ്ലാവിന്റെ പൊത്തിലാണ് ഒളിച്ചത്. ശരിക്കുള്ളത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് ഉള്ളത്. നമ്മളുടെ സ്മരണാർത്ഥം തീമായിട്ട് ചെയ്തിരിക്കുന്നത്. വിശേഷം എന്നാണ് പേര് പറയുന്നത്. ഈ കോട്ടേജിന് വെച്ച് 21 വെറൈറ്റി പ്ലാവുകൾ. ഇതിന്റെ കായാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ വെള്ളത്തിൽ കലക്കാൻ നേരത്ത് നല്ല പതയാണ്. ഇപ്പോഴത്തെ ആൾക്കാർ സ്വർണ്ണം വെള്ളി ലോഹങ്ങൾ കഴുകാനായിട്ടൊക്കെ ഉപയോഗിക്കും. വനിതകൾ മുടി മിനുക്കാൻ ഇതിന്റെ കായാണ് യൂസ് ചെയ്യുന്നത്. ഉറിഞ്ചിക്കാൻ അതിന്റെ ഇലയ്ക്ക് ഒരു സ്മെല്ലുണ്ട്. അത് മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റില്ല, മൃഗങ്ങൾക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. വന്യമൃഗങ്ങൾക്ക് അതിന്റെ സ്മെൽ ഇറിറ്റേഷൻ ആയതുകൊണ്ട് അതിന്റെ അടുത്തേക്കൊന്നും വരത്തില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ ബൗണ്ടറി ആയിട്ട് വെച്ചിരുന്നത്. പിന്നെ ഈ നിൽക്കുന്ന മരം സപ്തോഡിയ അല്ലെങ്കിൽ സ്പതോഡിയ എന്ന് പറയും. ഇതൊരു തണൽ വൃക്ഷമാണ്. കൂടാതെ ലിരപിഡിയം വൃക്ഷം കൂടിയാണ്. അതിലൊരു ഓറഞ്ച് നിറത്തിലൊരു പൂവ്.
വയസ്സിന് മാത്രമേ പറ്റൂ. എന്ന് പറഞ്ഞാൽ 4 തൊട്ട് 7 വരെയാണ്. 5 വയസ്സിന് താഴെ പിള്ളേർക്ക് ആറിന്റെ കൈയുടെ മാതൃകയിൽ ടീമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് നിൽക്കുന്നത് കാട്ടത്തെയാണ്. ഇത് ഭക്ഷോഗ്യമല്ല. ഇതിലൂടെ പറയുന്ന ഇവിടുത്തെ വൃക്ഷങ്ങളും സസ്യങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ സുരക്ഷിതമായൊരു മെസ്സേജാണ് കാണിച്ചത്. വരണ്ടയും കോർണറാണ്. അപ്പൊ നമുക്ക് ഹാർട്ട് പോലെ ഉണ്ട്. അത് തന്നെ പ്രകൃതിയുടെ തീമിലത് ചെയ്തേക്കുന്നതാണ്. ശിവഗംഗയുടെ ഒരു പ്രതീകമാണ്. ശിവന്റെ തലേന്ന് ഗംഗ ഒഴുകുന്നതിന്റെ ശിവന്റെ തലേന്ന് ഗംഗ ഒഴുകുന്നതിന്റെ ഒരു പ്രതീകമായിട്ട് ചെയ്തേക്കുന്നതാണ്. കോളേജ് നടക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ കയറിയിട്ട്. അത് ഗൈഡിങ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ചെറുമാടൻ കോട്ടേജാണ്. കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ കപ്പിൾസിനൊക്കെ വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു തീമിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. മ്യൂസിക് വെച്ചിട്ട് ആ ചേട്ടൻ വായിക്കുന്നുണ്ട്. പേരെന്നെ അങ്ങനെയാണ്, മുടി തഴച്ച് വളരാൻ വേണ്ടിയിട്ട്. കയറ് തിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ചേച്ചിമാരെ അവിടെ ചകിരിയൊക്കെ ഇങ്ങനെ വേർപെടുത്തി കയറ് തിരിക്കാനുള്ളതാണ് കാണിച്ചു തരുന്ന പറഞ്ഞത്. അവിടെ കയറ് പിരിക്കണ പ്രോസസ്സാണ് കാണുന്നത്. ഒരു മെഷീൻ പോലൊരു സാധനമുണ്ട്. അതിന് ചേച്ചിമാര് ഇങ്ങനെ ഒരു കൂടെ കുറച്ച് സാധനത്തിൽ നിറച്ചത് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് കയറ് പിരിക്കുന്നത് കാണുന്നത്. നമുക്കിവിടെ പോട്ട് മേക്കിംഗ് ഉണ്ട്. അത് പെയ്ഡാണ്. അപ്പൊ 100 രൂപയ്ക്ക് നമുക്ക് അവര് പോട്ട് ഉണ്ടാക്കാൻ സഹായിക്കും. അങ്ങനെ ഉണ്ടാക്കിയ പോട്ട് നമുക്ക് കൊണ്ടുപോകുന്നതാണ്. നമുക്കിവിടെ ഫാമും കൂടി ഉണ്ട്. അപ്പൊ ഇവിടെ നിന്നാണ് ഇവിടുത്തെ ഫാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ കാടക്കോഴി തുടങ്ങി ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പശു അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. എമു ഒക്കെ ഉണ്ട്. അപ്പോൾ ലോകത്തിൽ 2ാമത്തെ വലിപ്പമുള്ള ഇതാണ് എമു. അപ്പോൾ എമുവിൻ്റെ മുട്ടയൊക്കെ അതിനകത്ത് ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. റാബിറ്റ്സ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ഇത് ബൈബിളിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിളിൻ്റെ ലിംക റെക്കോർഡ്സ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ബൈബിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പുറകിൽ ബൈബിൾ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു അമ്പലക്കടവിന്റെ അമ്പലക്കുളത്തിന്റെ സെറ്റപ്പിലാണ്. ഇവിടെ കുറച്ച് മീനൊക്കെ ഉണ്ട്. കണ്ടോ ഉണ്ടോ? നിറയെ മീനുകളുണ്ട് ഇവിടെ. എന്തോ നിറച്ച് മീനുണ്ട്. ഒരു കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരു 1 ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇനി ചെന്ന് താമസിക്കാനുള്ള കോട്ടേജുകളും ഉണ്ട്. ഇപ്പം നമുക്ക് ടൂറൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും കൂട്ടുകുടുംബമായിട്ടോ ഫാമിലി ആയിട്ടോ കപ്പിളായിട്ടൊക്കെ വന്ന് സ്റ്റേ ചെയ്യാനും കാണാനും ഒക്കെ ഉള്ള നഴ്സറിയും ഫാമും എല്ലാം ഉണ്ട് ഇവിടെ. ഗൈഡുകളുണ്ട്. പരശുരാമൻ മഴ അറിയുന്ന സ്റ്റാച്ചു ആണ് ഇവിടെ ഉള്ളത്. വലിയൊരു സ്റ്റാച്ചു തന്നെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്.
ഇത് നമുക്ക് മാംഗോ വിലാസം ടീ ഷോപ്പ് എന്ന് പറഞ്ഞത് പണ്ടത്തെ രീതിയിലുള്ളൊരു ചായക്കടയാണ്. പണ്ടത്തെ രീതിയിൽ മറ്റേ കൽക്കരിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സമാവറിലുള്ള ചായയും കാര്യങ്ങളാണ്. ഇപ്പം തന്നെ ഇവിടെ ഇരുന്നപ്പോൾ പണ്ടത്തെ രീതിയിലുള്ള ചായക്കടയാണിത്. അപ്പം ഇവിടെ കണ്ടോ പണ്ടത്തെ സിനിമയുടെ പോസ്റ്റർ എഴുതിയേക്കുന്ന രീതി കൽക്കരി ഉപയോഗിച്ചാണ്. ഇപ്പോൾ ആർച്ചറി, ഷൂട്ടിങ്, അതുപോലെ ട്രാംപ്ലിൻ ഇതൊക്കെയുള്ള ആക്ടിവിറ്റീസ് ഉള്ള റൈഡുകളുള്ള സ്ഥലത്തേക്ക് നടക്കുക. ഷൂട്ടിങ് ഒന്ന് ട്രൈ ചെയ്യാം. അവിടെ ഒരു വാച്ച് ടവർ പോലെ വ്യൂ പോയിന്റ് പോലെ ഉണ്ട്. അപ്പൊ ഒന്ന് കയറി നോക്കട്ടെ. തോട്ടം പോലെ കണ്ടതിന് മുകളിൽ കയറി. അപ്പോൾ ഇതൊരു ഏർമാടത്തിനൊക്കെ മുകളിൽ കയറി നിൽക്കണ ഫീലാണ്. മുകളിൽ നിന്ന് കാണാൻ പറ്റും. അവരവിടെ പാർക്കിലൊക്കെ ഉണ്ട്, കുഞ്ഞതായിട്ട് അവരെ കാണാം. കുറച്ച് പൊക്കത്തിലാണിത്. പിന്നെ ചുറ്റും ഈ പച്ചപ്പും ഹരിതാഭയൊക്കെ തന്നെയാണ്. ഇത് കാണാനും നല്ല ഭംഗിയാണ്. നമ്മളിപ്പോ ഏകദേശം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 5 മണി 5:30 ആകുമ്പോഴേക്കും ക്ലോസ് ചെയ്യും. ഇതിനകത്ത് എൻട്രിക്ക് ആരും കയറ്റി വിടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം മുഴുവനും എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളത് ഉണ്ട് കേട്ടോ. കാരണം നഴ്സറി ആയാലും ചെടികളായാലും പൂക്കളായാലും മൃഗങ്ങളായാലും പാർക്കായാലും റൈഡായാലും എല്ലാം, അതായത് സ്നാക്സ് ആയാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരുവിധം നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്തു. നമുക്കൊരു 3-4 മണിക്കൂർ കൊണ്ട് ആണ് നമ്മൾ ചെയ്തത്. ശരിക്കും ഫുൾ ഡേ വേണമെങ്കിൽ നമുക്കത് സ്പെൻഡ് ചെയ്യാം. രാത്രി നിൽക്കണമെങ്കിൽ നിൽക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ മാംഗോ മെഡോസ്.